നമസ്കാരം. സ്പന്ദനത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, മുഖം കറുക്കുന്നു, ശരീരം മെലിയുന്നു, മുടി കൊഴിയുന്നു. ഇതൊരു സിൻഡ്രോമായിട്ട് അതിൻ്റെ പേര് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും മറ്റുള്ള തൈറോയിഡുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളിലും ഇങ്ങനെ ഒരു ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. എങ്കിലും കൂടുതലായിട്ട് കണ്ടുവരുന്നത് തൈറോയ്ഡ് നോഡ്യൂൾസ് അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡിനൊരു വീക്കം, ഇൻഫ്ലമേഷൻ, അതോടൊപ്പം ഉണ്ടാവുന്ന ചില ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഈ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം ശരീരത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരു പ്രതിഭാസം. അപ്പോൾ നമ്മളെ ശരീരത്തിനകത്ത് ഈ ഒരു ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ് രോഗപ്രതിരോധ സംവിധാനം. അത് ജനിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എല്ലാ കോശങ്ങളെയും കണക്ട് ചെയ്ത് ഇരിക്കുന്ന ഒരു ഫിഷഗ്വരനാണ്, ഒരു വൈദ്യനാണ് നമ്മളെ സംരക്ഷിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തെ എക്സ്റ്റേണലായിട്ടുള്ള ഫോഴ്സസ് അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ടുള്ള ടോക്സിൻ അല്ലെങ്കിൽ അണുക്കൾ ഒക്കെ കയറുമ്പം അതിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മളെ വാരിയേഴ്സാണ്. ഇപ്പം യോദ്ധാക്കളില്ലേ, അതുപോലെ നമ്മളെ രക്ഷിക്കുന്ന ആളാണ് ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോൾ ഇദ്ദേഹം കുറേ പല കാരണങ്ങളാൽ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് എന്ന് പറഞ്ഞാൽ ഈ ഇമ്മ്യൂണിറ്റിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അങ്ങോട്ട് കയറ്റി വിട്ടാൽ ഇദ്ദേഹം പ്രതികരിക്കുന്നത് അതിനെ തിരസ്കരിക്കാനുള്ള തത്രപ്പാടിൽ നമ്മുടെ ഗ്ലാൻഡിനും നമ്മുടെ ശരീരത്തിനും എതിരായിട്ട് ചില ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കും. അത് നമ്മളെ സംരക്ഷിക്കാൻ ചെയ്യുന്നത് അത് വിനയാവും. അതായത് വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ശരീരത്തിനകത്തിരിക്കുന്ന രോഗപ്രതിരോധ സംവിധാനത്തിന് പ്രകൃതിജന്യമായ കാര്യങ്ങളാണ് വേണ്ടത്. പക്ഷേ നമ്മൾ ഈ പുതിയ ആധുനിക കാലഘട്ടത്തിൽ നമ്മളുടെ ശരീരത്തിൽ ഓരോ നിമിഷവും കയറുന്നത് കെമിക്കലാണ്. From food, from water, as a byproduct of body metabolism, loads and loads of toxins are entering into your body and it's being multiplying in millions every fraction of a second. ഇതാണ് യഥാർത്ഥ വസ്തുത. വെള്ളം, വായു, ഭക്ഷണം, പിന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ ടെൻഷൻ, ഇവയിലൊക്കെ കെമിക്കൽസ് വരും. ഫ്രീ റാഡിക്കൽസ് എന്നാണ് അതിൻ്റെ പേര്. അതൊരു തരം അൺസ്റ്റേബിൾ ആറ്റംസ് ആണ്. അതിങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഓടി നടന്നിട്ട് എല്ലാത്തിനും ചീത്തയാക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ കെമിക്കൽസ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയും ചീത്തയാക്കും. സ്വാഭാവികമായിട്ട് ചീത്തയാക്കുമ്പോൾ ആ ഇമ്മ്യൂണിറ്റി തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഇത് ഏതാണ് നല്ലത് ഏതാണ് ചീത്തയെന്ന് ഒരു ബോധവും ഇല്ലാതെ അത് നേരെ തൈറോയ്ഡ് ഗ്ലാൻഡിനെതിരെ പ്രവർത്തിക്കുമ്പോൾ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസായി, വയറിനെതിരെ പ്രവർത്തിക്കുമ്പോൾ അവിടെ അൾസറേറ്റീവ് കൊളൈറ്റിസായി, IBS ആയി, ക്രോൺസ് ആയി. അപ്പോൾ ഇങ്ങനെ ആ പാവം മൈക്രോബ്സും നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ മറ്റൊരു കാര്യം, ഈ മൈക്രോബ്സിനെ കറക്റ്റ് ചെയ്യുന്നത് നല്ല ഇമ്മ്യൂണിറ്റി മൈക്രോബ്സാണ് കൊടുക്കുന്നതും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആത്യന്തികമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട മൈക്രോബ്സിനെ തന്നെയാണ്. മനസ്സിലായോ? ഇതിലേതിൽ വന്നാലും മൈക്രോബ്സ് കറക്റ്റ് ചെയ്ത് വന്നാൽ എല്ലാം ശരിയായിട്ട് വരും. മൈക്രോബ്സ് കറക്റ്റ് ചെയ്യണമെങ്കിൽ ശരിയായ ഭക്ഷണക്രമം കൊടുത്തേ പറ്റൂ, ശരിയായ ഒരു ജീവിതശൈലി അവിടെ കൊടുത്തേ പറ്റൂ. അപ്പോൾ എന്തിനും ആത്യന്തികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ മൈക്രോബ്സിനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങൾ വരുന്നത് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ കുറേ ടെസ്റ്റുകളുണ്ട്. TPO ആൻറ്റിബോഡി, TG ആൻറ്റിബോഡി, IgE ആൻറ്റിബോഡി, വൈറ്റമിൻ D, പിന്നെ ടോട്ടൽ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ്, പിന്നെ USG അൾട്രാസോണോഗ്രാഫി ചെയ്യും നമ്മൾ ഗ്ലാൻഡിൻ്റെ. ഇങ്ങനെ വരുന്ന ആളുകളെ ഓവറോളായിട്ട് നമ്മളൊരു ടെസ്റ്റിന് വിടുമ്പം ഇത്രയൊക്കെ ടെസ്റ്റുകൾ ചെയ്യുന്നത് വഴി നമുക്ക് ഏകദേശ ധാരണ കിട്ടും. പക്ഷേ ഇൻ റെയർ കേസസ് ഞാൻ ചിലയിടത്ത് കണ്ടിട്ടുണ്ട് ഇതെല്ലാം നോർമലായിരിക്കും, IgE മാത്രം കൂടുതലായിരിക്കും, പക്ഷേ മറ്റുള്ള ആൻറ്റിബോഡീസും ഒക്കെ കറക്റ്റായിരിക്കും. ബട്ട് അവർക്ക് ഇതെല്ലാം കാണും. അതിനോടൊപ്പം അവർക്ക് ചില ജോയിൻറ്റ് പെയിൻ കാണും, ചിലപ്പോൾ സോറിയാറ്റിക് അപ്പിയറൻസ് കാണും. അതിൻ്റെ പേര് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്നാണ്. അതും അവർക്കും ഇതുപോലെ കറുത്ത് മുഖം കറുത്തിരിക്കും, അവരുടെ മുടി പോകും, ശരീരം മെലിയും, പ്രേതത്തിൻ്റെ ഒരു പ്രേതം കണക്കായി പോകും. അപ്പോൾ ഇത്ര പരിതാപകരമായ ഒരവസ്ഥ വളരെ വിജയകരമായിട്ട് ഞാൻ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്, ദൈവത്തിൻ്റെ നിയോഗമായിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. അപ്പോൾ അത് ഒരു അഡ്മിഷനിലൂടെ നമുക്ക് ഫേസിനെ കറക്റ്റ് ചെയ്യാം. ഫേസിനകത്തുള്ള ഫേസ് പാക്ക് അതെല്ലാം നാച്ചുറലായിട്ട് ഞാൻ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാം ഓർഗാനിക്കായിട്ടുള്ള, മുടിക്ക് വേണ്ടിയിട്ടുള്ള ഓയില്, ഷാമ്പൂ, അതുപോലെ തന്നെ ഹെയർ ടോണിക് എല്ലാം നാച്ചുറലാണ്. അതുപോലെ തന്നെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഭക്ഷണം, വെയിറ്റ് ഗെയിനിങ് ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ളൊരു ഭക്ഷണം. അതോടൊപ്പം പിന്നെ വയറ് ശരിയാക്കാം. അത് ആദ്യം വയറ് ശരിയാക്കും. വയറ് ശരിയായി വരുമ്പോഴത്തേക്കാണ് ഇതെല്ലാം കറക്റ്റ് ചെയ്ത് വരുന്നത്. അപ്പം ഇത് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ LK ഡയറ്റ് പ്ലാൻ പോലെയല്ല, ഇത് നേരെ ഡിഫറെൻ്റ് ആയിട്ട് വരും.
ഒരു പരിധി വരെ. പക്ഷേ ഗ്രെയിൻ ഫ്രീ ഡയറ്റും ഇവിടെ ഒരാവശ്യമാണ്, എങ്കിലും കൂടുതലായിട്ട് ഫൈബർ കണ്ടൻറ്റ് വേണം. പിന്നെ ഇതിന് ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ ഹോൾസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ തലയിൽ മുടിയെല്ലാം പോയല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാക്ക്. ഈ മുടി കൊഴിച്ചിലിനൊരു ട്രീറ്റ്മെൻറ്റ് മോഡ്യൂളുണ്ട്. അതിൽ നമ്പർ 1 ആയിട്ട് ഒരു ഹെയർ ഓയിലുണ്ട്. അത് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അത് നമ്പർ 1 ഒരു 200 ml കോക്കനട്ട് ഓയിൽ, നമ്മളെ ആട്ടിയ വെളിച്ചെണ്ണയിൽ ഒരു സവാള, ഒരു വലിയ 50 ഗ്രാം സവാള, അതിനോടൊപ്പം ഒരു 30 ഗ്രാം തേയിലപ്പൊടി, അതിനോടൊപ്പം ഒരു 100 ഗ്രാം കരിഞ്ജീരകം. ഇത്രയും കൂടെ നമ്മൾ 21 ദിവസം ഒരു ബോട്ടിൽ ഒഴിച്ചിട്ട് അങ്ങ് വെച്ചാൽ 21ാമത്തെ ദിവസം അരിച്ചെടുക്കണം. ഇതാണ് ഓയിൽ. അപ്പോൾ ഓയിൽ നന്നായിട്ട് തലയിൽ മസാജ് ചെയ്യുക. ആഴ്ചയിൽ 1-2 ദിവസം മതി. നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഒരു ഹെയർ പാക്ക് ഇടണം. ആ ഹെയർ പാക്ക് അതിനകത്ത് ചേർക്കേണ്ടതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒരു ഏത്തപ്പഴം, അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ട, ഗ്രാമ്പു 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു പൊടിച്ചത്, പിന്നെ കോഫി പൗഡർ 1 ടേബിൾ സ്പൂൺ, പിന്നെ ഈ ഫ്ലാക്സ് 1 ടേബിൾ സ്പൂൺ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ ജെല്ലെടുക്കാം. ആ ജെല്ലും ഇതിൻ്റെ കൂടെ ചേർത്താൽ വളരെ എഫക്റ്റീവാണ്. ഇത്രയും കൂടെ നന്നായിട്ട് മസാജ് ചെയ്ത് അരമണിക്കൂർ നിൽക്കണം. ആദ്യം എണ്ണ പുരട്ടി അരമണിക്കൂർ നിൽക്കണം. പിന്നെ ഈ ഒരു പാക്കിട്ടിട്ട് അരമണിക്കൂർ നിന്നതിന് ശേഷം വാഷ് ചെയ്യുക. വാഷ് ചെയ്യുന്ന എപ്പോഴും ഓർഗാനിക് ഷാമ്പു ആയിരിക്കണം. ഓർഗാനിക് ഷാമ്പു ഇല്ല എങ്കിൽ നിങ്ങൾ ചെമ്പരത്തി താളിയോ ചീവയ്ക്ക പൊടിയോ ഒക്കെ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഒരിക്കലും മാർക്കറ്റിൽ കിടക്കുന്ന ഷാമ്പു ഉപയോഗിച്ചാൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. സോഡിയം ലോറൈൽ സൾഫേറ്റ് കംപ്ലീറ്റ് മുടി പോകുന്ന ഒരു കെമിക്കൽ അതിനകത്തുണ്ട്. മിക്കവാറും എല്ലാ കെമിക്കൽ ഷാമ്പൂസിലും ഉണ്ട്. അപ്പോൾ മാക്സിമം ഓർഗാനിക് ഷാമ്പു വാങ്ങാൻ നോക്കുക. അതില്ല എങ്കിൽ നമുക്ക് ഈ ചെമ്പരത്തി താളിയോ അതൊക്കെ ഉപയോഗിച്ചാൽ മതി. ഉലുവയുടെ വെള്ളം, ചെമ്പരത്തി താളി, ചീവയ്ക്കാപ്പൊടി ഇവയൊക്കെ നമുക്ക് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ വാഷ് ചെയ്ത് ആഴ്ചയിലൊരിക്കൽ ചെയ്യണം. പിന്നെ വേണ്ട ന്യൂട്രിയൻസ് എല്ലാം ഞാൻ പറഞ്ഞ മൈക്രോബ്സിനെ ശരിയാക്കി എടുക്കണം. അതിപ്പോൾ മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് ശരീരത്തിന് മെലിച്ചിൽ മാറാനുള്ള കാര്യങ്ങൾ, അതുപോലെ മുഖം കറുത്തിരിക്കുന്ന വെളുക്കാനും ഇതുപോലെ പാക്കുണ്ട്, ഫേസ് പാക്കുണ്ട്. ഫേസ് പാക്കും ഇതുപോലെ ഈ ഏത്തപ്പഴവും മുട്ടയും കുറച്ച് പപ്പായയുടെ ഇത് ചേർക്കാം, പപ്പായ പൾപ്പെടുത്ത് ചേർക്കാം, കോഫി പൗഡർ ചേർക്കാം, തേൻ ചേർക്കാം, കസ്തൂരി മഞ്ഞൾപ്പൊടി, അങ്ങനെ ഒത്തിരി ഫേസ് പാക്കും ഹെയർ പാക്കും കിടപ്പുണ്ട്, ഒരു 10-15 തരം. അപ്പോൾ ഇത് മുഖത്ത് പുരട്ടുക. അത് എല്ലാ ദിവസവും പുരട്ടിയാൽ വളരെ നല്ലതാണ്. ഫേസ് നല്ല ക്ലിയർ ആയിട്ട് വരും. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതെല്ലാം നാച്ചുറൽ പ്രോഡക്റ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിലുള്ള കെമിക്കൽ സാധനങ്ങളൊക്കെ, പാക്കുകളും അല്ലെങ്കിൽ കെമിക്കൽ ഓയിൻമെൻറ്റ്സും ഒക്കെ തന്നെയും ആ മൈക്രോബ്സ്, ഫേസിലിരിക്കുന്ന മൈക്രോബ്സിനെ നഷ്ടപ്പെടുത്തി കളയുകയാണ്. അതിന് നാച്ചുറലായിട്ടുള്ള കാര്യമാണ് വേണ്ടത്. അപ്പോൾ മാത്രമേ അത് നന്നായിട്ട് പ്രതികരിക്കുകയുള്ളൂ. പിന്നെ ശരീരം മെലിയുന്നതിനുള്ള ഡ്രിങ്ക്സ്, ഏത്തപ്പഴവും അതുപോലെ ഈന്തപ്പഴവും കാഷ്യൂനട്ടും ബദാമും തേങ്ങാപ്പാലും കരിപ്പെട്ടിയും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല ഡ്രിങ്ക് ഉണ്ടാക്കി 2 നേരം കഴിക്കണം. പിന്നെ മറ്റുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാം, എങ്കിലും കൂടുതലായിട്ട് കെമിക്കൽസ് അടങ്ങാതെ പശുവിൻ പാൽ കുറയ്ക്കുക, ഗോതമ്പ് ഉൽപ്പന്നങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഐറ്റംസ്, അരിയാഹാരങ്ങൾ ഇതൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് ഈ ഡ്രിങ്കിലേക്ക് കൺവേർട്ട് ചെയ്യണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്, ശരിയായ ഉറക്കം. ശരിയായ ഉറക്കമില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യവും ശരിയാവില്ല. അതുപോലെ മാനസികാവസ്ഥ, സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനമാണ്. ടെൻഷൻ ഫ്രീ ലൈഫ്. ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ 100% ഫ്രീ റാഡിക്കൽസ് ഉണ്ടായി ശരീരത്തിൻ്റെ രോഗപ്രതിരോധാവസ്ഥ തരികിടയാവും. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ ഫ്രീ ലൈഫിനാണ് യു ഹാവ് ടു പ്രാക്ടീസ് യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ. ഇപ്പോൾ എൻ്റെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ നമ്പർ 1 ഡയറ്റ് പ്ലാൻ, രണ്ടാമത് വരുന്ന എക്സസൈസ്, വ്യായാമം. അപ്പോൾ ഈ മെലിഞ്ഞിരിക്കുന്നവർ വ്യായാമം ഒത്തിരി ചെയ്യേണ്ട, അവർ മെഡിറ്റേഷനും റിലാക്സേഷനുമാണ് ചെയ്യേണ്ടത്. യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ. അതുപോലെ ചൂയിങ് തെറാപ്പി എന്ന് പറഞ്ഞ് മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യവും വായിലിടുന്ന ഭക്ഷണവും ചവച്ച് വെള്ളം പോലെ ആക്കി ഇറക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂളാണ്. എന്നാൽ മാത്രമേ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷനൊക്കെ നടക്കുകയുള്ളൂ. ശരീരത്തിലേക്ക് അത് പ്രോപ്പറായിട്ട് ആഗീകരണം ചെയ്യണമെങ്കിൽ നന്നായിട്ട് ചവച്ചരച്ച് വെള്ളം പോലെ, അതായത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആണ്. നമ്മൾ ആ ഭക്ഷണത്തിൽ കഴിക്കുമ്പോൾ അതിൽ ശ്രദ്ധിച്ച് ബഹുമാനത്തോടു കൂടി കഴിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ, ഈ ഉള്ള സ്റ്റെപ്സ് എല്ലാം ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പരിധിവരെ ഇതെല്ലാം ശരിയാവും. പിന്നെ ഇത്ര വളരെ പ്രൊഫൗണ്ടായിട്ട് വളരെ എക്സ്പ്രസീവായിട്ടിരിക്കുന്നവർ തീർച്ചയായും ട്രീറ്റ്മെൻറ്റ് എടുത്താലേ ശരിയാവൂ. അതുപോലെ തന്നെ എക്സസൈസ് ആണെങ്കിലും, അതുപോലെ ഈ ഫുഡ് തെറാപ്പി ആണെങ്കിലും, മെഡിറ്റേഷനും റിലാക്സേഷനും, അതുപോലെ ജിമ്മും ഫിസിയോതെറാപ്പിയും എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള റീബർത്ത്.
തീർച്ചയായും നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. ഗുഡ് മോർണിംഗ്. സ്പന്ദനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബാക്ക് ഡേ ആണ്. ബാക്ക് ഡേ പല ജിമ്മിലും ലാക്സ് വർക്കൗട്ട്, വിങ്സ് വർക്കൗട്ട്, ബാക്ക് ഡേ ഇതെല്ലാം ഓവറോൾ സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബാക്ക് ഡേ സെക്ഷനിലോട്ട് പോവാം. അതിന് മുന്നോടിയായിട്ട് എല്ലാ ദിവസത്തെ പോലെ നമുക്ക് വാമപ്പ് അത്യാവശ്യമാണ്. അതൊരു 10-15 മിനിറ്റ് വാമപ്പ് ചെയ്ത ശേഷം മാത്രമാണ് നമുക്ക് വർക്കൗട്ടിൽ ഡയറക്റ്റായിട്ട് എൻട്രി ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള വാമപ്പുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഏതൊക്കെയാണ് വാമപ്പെന്ന്. നമുക്ക് എല്ലാത്തിലും പോലെ തന്നെ ജസ്റ്റ് എല്ലാ ജോയിൻസും ഒന്ന് റിലീഫ് ആക്കണം. അതിൻ്റെ ഭാഗമായിട്ട് നെക്ക് റൊട്ടേഷൻ 1 2 3 4 5 ഓപ്പോസിറ്റ് ഡയറക്ഷൻ 1 2 3 4 5 റൊട്ടേഷൻസ് 1 2 3 4 5 opposite 1 2 3 4 5 rotations 1 2 3 4 5 opposite direction 1 2 3 4 5 rotations 1 2 3 4 5 rotations 1 2 3 4 5 opposite 1 2 3 4 5 1 2 3 4 5 1 2 3 4 5. നമുക്ക് എന്നത്തെ പോലെ തന്നെ വാപ്പിൻ്റെ ഓൾമോസ്റ്റ് ടോപ്പ് സെക്ഷനായ എല്ലാ ഓൾ ബോഡി വാപ്പ് റൊട്ടേഷൻസ് എല്ലാം കവറായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ജമ്പിങ്സ് ആവശ്യമുള്ളവർക്ക്, അതായത് ഓവറായിട്ട് വെയിറ്റ് ലോസ് നോക്കുന്നവർക്ക് കാർഡിൻ്റെ ഭാഗമായിട്ട് ജമ്പിങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇന്നിപ്പോൾ നമ്മളിവിടെ അത് കാണിക്കണം. നമ്മൾ ഫസ്റ്റ് ഡേ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം സ്ട്രെച്ചസ് നോക്കാം. സ്ട്രെച്ചസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട സംഭവമാണ്. നമ്മൾ ഇന്നത്തെ പോലെ ജസ്റ്റ് സ്ട്രെച്ചസ് സ്റ്റാർട്ട് ചെയ്യാം. ഹോൾഡിങ് 1 2 3, അടുത്ത കൈ ഹോൾഡിങ് 1 2 3, ഷോൾഡേഴ്സ് 1 2 3, shoulders 1 2 3, holdings 1 2 3, side stretch 1 2 3 1 2 3. ഓക്കെ, ജസ്റ്റ് ഈ ഒരു സ്ട്രെച്ചും കൂടെ ആക്റ്റീവ് ആക്കാൻ പറ്റും. 1 ഗുഡ്, ഫുൾ കൈ അപ്പ് 2 3. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് വാപ്പ് എല്ലാം കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ബോഡി വെയിറ്റ് യൂസ് ചെയ്തുള്ള എക്സസൈസ് വർക്കൗട്ടിന് ബിഗിനിങ് ആയിട്ട് നമുക്ക് പുഷപ്സ് യൂസ് ചെയ്യാം, കസർത്ത് അതായത് കോബ്ര സ്ട്രെച്ചിൻ്റെ ഒരു ഫോർമേഷനാണ്, അത് യൂസ് ചെയ്യാം, പുള്ളപ്സ് യൂസ് ചെയ്യാം ബോയ്സിനാണെന്നുണ്ടെങ്കിൽ. ഗേൾസിനാണെങ്കിൽ ഇപ്പം ചില ജിമ്മുകളിൽ അസിസ്റ്റൻറ്റ് സപ്പോർട്ടുള്ള ചിന്നപ്പ് മെഷീൻസ് കാണും, നമുക്കത് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം വർക്കൗട്ടിൽ എൻട്രി ആവാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് 4 വർക്കൗട്ട്, മേജറായിട്ട് കണ്ടുവരുന്ന 4 വർക്കൗട്ട്. ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ ഒരു കോമ്പൗണ്ട് വർക്കൗട്ടാണ്. ഒരു നോർമൽ മാനുവൽ ബാറിൽ ബെൻഡ് ചെയ്ത ശേഷം ബെൻഡ് ഓവർ റോയിങ്, വെയിറ്റ് ഹോൾഡ് ചെയ്ത് ബെൻഡ് ഓവർ റോ. നമ്മൾ ഫസ്റ്റ് ആ വർക്കൗട്ടാണ് നമ്മൾ നോക്കാൻ പോകണം. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വെയിറ്റ് ആഡ് ചെയ്യും. ഇന്നിപ്പോൾ ജസ്റ്റ് ഒരു ഗേളാണ് വർക്കൗട്ടുള്ളത്, അപ്പോൾ ഡെമോ ആയിട്ട് നമ്മൾ ജസ്റ്റ് വെയിറ്റ് ഇല്ലാതെ ഒരു ഫോർമേഷൻ കാണിക്കുവാണ്. ഇതിൻ്റെ ഫോം ഭയങ്കര മെയിനാണ്. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോം തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നടുവേദന, ഇഞ്ചുറി ഒക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ബിഗിനിങ് ആയിട്ടുള്ളവർ ഇത് ട്രൈ ചെയ്യുമ്പോൾ ഒരു ട്രെയിനറിൻ്റെ സമയത്ത് മാത്രം ചെയ്യണം, അല്ലാതെ ഒറ്റയ്ക്ക് ചെയ്യാൻ ഫസ്റ്റ് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കി തന്നെ ചെയ്യണം, ആ ഫോർമേഷൻ കറക്റ്റാണോ. അപ്പോൾ നിങ്ങൾ കാണുന്ന എല്ലാവരും ഇതിൻ്റെ ഫോം കറക്റ്റായിട്ട് ഒന്ന് വീക്ഷിച്ച് നോക്കി പഠിച്ചോണം. അത് കഴിഞ്ഞ് ചെയ്യുമ്പോഴായാലും ഒരു ട്രെയിനറിൻ്റെ മുന്നേ നിന്ന് തന്നെ ഇത് ചെയ്യാൻ മാക്സിമം നോക്കാം. അപ്പോൾ ബെൻഡ് ഓവർ റോ, ബാർബൽ ബെൻഡ് ഓവർ റോ. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ബെൻഡ് ചെയ്ത ശേഷം വെയിറ്റ് കയ്യിലെടുക്കുക. കറക്റ്റ് ഗ്രിപ്പിങ് ഇത് ഭയങ്കര മെയിനാണ്. ഗ്രിപ്പിങ്ങിന് കുറച്ച് പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എത്ര അളവാണോ എടുത്തത് അത് തന്നെ ഇവിടെ എടുക്കണം. അതിനുശേഷം ബെൻഡ് ചെയ്യുക, ബോഡി കുറച്ച് ബെൻഡ് ചെയ്ത ശേഷം റോയിങ് ചെയ്യുക, നേരെ സ്ട്രൈറ്റ് റോ ഔട്ട്. റോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്ക് വർക്കൗട്ടാണ്. ബാക്ക് വർക്കൗട്ട് നമ്മൾ ബോഡിയുടെ ഓൾമോസ്റ്റ് ടോപ്പ് ബാക്ക് ഫുള്ള് ആക്റ്റീവ് ആക്കി സ്ക്യൂസ് ടൈറ്റ് ചെയ്ത ശേഷം ഔട്ട് ചെയ്യും. ടൈറ്റ്, കമോൺ, വലിച്ച് ടൈറ്റ്, ഔട്ട്. 3 4 5, ഗുഡ്. 6 7 8 9 10. 2 more, 1, കമോൺ, ലാസ്റ്റ് വൺ. അതിനുശേഷം നമുക്ക് ഇഞ്ചുറി വരാത്ത രീതിയിൽ നമുക്ക് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് ലെഗ് മടക്കി തിരിച്ച് ഡൗണിൽ വയ്ക്കാവുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ കണ്ട വർക്കൗട്ട് കുറച്ച് ഇഞ്ചുറി ചാൻസ് കൂടിയ വർക്കൗട്ടാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം, അത് ആരും അധികം ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ താഴെ ഇരിക്കുന്ന ബാർബൽ അത് കയ്യിലെടുക്കുമ്പോഴും തിരിച്ച് വയ്ക്കുമ്പോഴും ഈ ഒരു പോർഷൻ ഉണ്ട്. അതായത് നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് സ്കോട്ട് ചെയ്ത്, അതായത് നമ്മളെ മുട്ട് മടക്കി ബെൻഡ് ചെയ്ത് ബോഡി സ്ട്രൈറ്റ് ഹോൾഡ് ചെയ്ത് തന്നെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നടുവേന ഉറപ്പായിട്ട് വരും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് എടുക്കേണ്ട ആവശ്യത്തിൽ കയറി ബെൻഡായിട്ട് ഇങ്ങനെ എടുക്കും. ഈ ഒരു ഫോമിലാണ് കൂടുതൽ ഇഞ്ചുറി എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ എടുക്കുമ്പോഴും വയ്ക്കുമ്പോഴും ഇത് കറക്റ്റായിട്ട് നോക്കണം. എല്ലാവരും ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. അതൊരു ട്രെയിനറിൻ്റെ ഹെൽപ്പോടുകൂടി ചെയ്യണം. അതൊട്ടും പറ്റില്ല. ഇപ്പോൾ എന്തെങ്കിലും ഡിസ്കിന് പ്രോബ്ലം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വർക്കൗട്ട് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, നമുക്കിത് കഴിഞ്ഞിട്ട് അടുത്ത വർക്കൗട്ട് ചെയ്താണെന്ന് വെച്ചാൽ അതിലോട്ട് നോക്കാം.
അടുത്ത വർക്കൗട്ട് നമുക്ക് വരണമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പുൾ ഡൗൺ ആണ്, ലാറ്റ് പുള്ളി എന്ന് പറയുന്നത്. ലാറ്റ് പുൾ ഡൗൺ മെഷീനിൽ നമുക്ക് പുള്ളി ചെയ്യുവാണ് ലാറ്റ്. അതൊരു മെഷീൻ്റെ സഹായത്തോടെയാണ് ചെയ്യണത്. ഒരു മൾട്ടി മെഷീനാണ്. നമ്മളെ ബെൻഡ് ഓവർ റോയ്ക്ക് ശേഷം നമ്മളടുത്ത് നോക്കാൻ പോകുന്ന ലാറ്റ് പുള്ളിയാണ്. ഇത് കോമൺലി എല്ലാ ജിമ്മിലും കണ്ടുവരുന്ന ഒരു പുള്ളി ടൈപ്പ് മെഷീനല്ല. ബാക്കി പറഞ്ഞാൽ പിൻ ലോഡർ മെഷീനാണ്. ഇത് വെയിറ്റ് ലോഡ് സ്റ്റാക്ക് ചെയ്ത് ചെയ്യുന്നൊരു റയർ മെഷീനാണ്. അപ്പോൾ ഇതൊരു ലാറ്റ് പുള്ളി മെഷീനാണ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടോപ്പിൽ നിന്ന് ജസ്റ്റ് താഴോട്ട് പുള്ളി ചെയ്യുക, ഔട്ട് ചെയ്യുക, പുള്ളി ചെയ്യുക, ഔട്ട് ചെയ്യുക. ഒരു പുള്ളി വർക്കൗട്ട് കൂടെയാണ് ലാക്സ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ പുള്ളി ചെയ്യുക, ഔട്ട് ചെയ്യുക. പുള്ളി ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ ലാക്സ് ടൈറ്റ് ആവും, ഔട്ട് ചെയ്യുമ്പോൾ സ്ട്രെച്ച് ആവും. അതാണ് അതിൻ്റെ ഒരു രീതി. അതിൻ്റെ ഒരു ചെയ്യുന്ന ഒരു രീതിയിലെ ഡെവലപ്പ് നമ്മുടെ ബോഡിയിൽ ആക്ഷൻ സംഭവിക്കുന്നത് ആ ഒരു രീതിയാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കറക്റ്റായിട്ട് ഇവിടെ ഗ്രിപ്പ് ഹോൾഡ് ചെയ്യുക. ജസ്റ്റ് എണീറ്റ ശേഷം ഗ്രിപ്പ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഗ്രിപ്പ് ശ്രദ്ധിക്കേണ്ട ഇവിടുത്തെ ഗ്യാപ്പ് പ്രോപ്പറായിട്ട് എടുക്കുക. അതിനുശേഷം ഇരുന്നു കൊണ്ട് തന്നെ പുള്ളി താക്കുക. രണ്ട് കൈ ഒരുമിച്ച് ലാക്സിന് ടൈറ്റ്നെസ് കൊടുത്തുകൊണ്ട് അവിടെ കോൺട്രാക്റ്റ് മൈൻഡ് കൊണ്ട് കൊടുത്തുകൊണ്ട് പുള്ളി ചെയ്യുക. പുൾ, ഗുഡ്, ഔട്ട്, പുൾ, ഔട്ട്, ഗുഡ്. 3, 4, ഗുഡ്. മൈൻഡ് ടു മസിൽ കോൺട്രാക്ഷൻ, ലാക്സ് കറക്റ്റ് കോൺട്രാക്ട് ചെയ്യും. 5, 6, 7, ഗുഡ്. 8, slowly. 9, out. 10, 5 more. 1, good. 2, good. 3, come on. 4, last one, out. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എണീച്ച് തിരിച്ച് റാക്ക് ചെയ്ത ശേഷം മാത്രം റിലാക്സ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഫോമിലാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. ഇതിൽ കൂടുതലും മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് മെജോറിറ്റി കുറവാണ്. കാരണം ഇതൊരു മൾട്ടി മെഷീനാണ്. അതിനൊരു പാത്തുണ്ട്. ആ പാത്തിൽ നമ്മൾ ജസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിൽ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് കുറച്ച് കുറവാണ്. പോസ്റ്റർ കുറച്ച് മാത്രം കംപ്ലീറ്റ് ആക്കിയാൽ മതി. എന്നിരുന്നാൽ തന്നെ എല്ലാ വർക്കൗട്ടും ഒരു ട്രെയിനറിൻ്റെ കീഴിൽ മാത്രം. ഓക്കെ, 2, good. 3, 4, 5, 6, 7, good. 8, 9, 10, 11, 12, 3 more. 1, 2, last one, out, full out. ഓക്കെ, ഈ ഒരു ഫോമിലാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. ഇതിൽ കൂടുതലും മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് മെജോറിറ്റി കുറവാണ്. കാരണം ഇതൊരു മൾട്ടി മെഷീനാണ്. അതിനൊരു പാത്തുണ്ട്. ആ പാത്തിൽ നമ്മൾ ജസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിൽ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് കുറച്ച് കുറവാണ്. പോസ്റ്റർ കുറച്ച് മാത്രം കംപ്ലീറ്റ് ആക്കിയാൽ മതി. എന്നിരുന്നാൽ തന്നെ എല്ലാ വർക്കൗട്ടും ഒരു ട്രെയിനറിൻ്റെ കീഴിൽ മാത്രം. ഓക്കെ, നമുക്ക് അത് കഴിഞ്ഞ് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അടുത്ത വർക്കൗട്ട് നമുക്ക് ജസ്റ്റ് മിഡ് ഡ്രോയിങ് ഒരു അപ്പർ റൈറ്റ് ബെഞ്ചിൽ ഇരുന്നു കൊണ്ടുള്ള മിഡ് ഡ്രോയിങ് മൾട്ടി മെഷീൻ്റെ യൂസോടെ നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് നോക്കാം. നമ്മൾ ബെൻഡ് ഓവർ റോയ്ക്കും അത് ലാറ്റ് പുള്ളിക്ക് ശേഷം നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന മൂന്നാമത്തെ വർക്കൗട്ട് മിഡ് ഡ്രോയിങ് ആണ്. നമ്മൾ സാധാരണ ജിമ്മിൽ കണ്ടുവന്ന സീറ്റഡ് മിഡ് ഡ്രോയിങ് അല്ല ഇത് കുറച്ച് ബെൻഡിങ് പ്രോപ്പർട്ടി യൂസ് ചെയ്തുള്ളൊരു മെക്കാനിസമാണ്. ബെൻഡിങ് കൂടുന്തോറും നമുക്ക് എന്താ പറയുക ഗ്രാവിറ്റി ഫോഴ്സസ് കൂടും. അതിന് നമ്മൾ ലാക്സിൻ്റെ സ്ട്രെച്ചിങ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ മെഷീൻ. ഒരു മൾട്ടി മെഷീനാണ്. വെയിറ്റ് ലോഡറാണ്. വെയിറ്റ് സെപ്പറേറ്റ്ലി ആഡ് ചെയ്ത് ചെയ്യുന്ന ഒരു മെഷീനാണ്, ഒരു ടൈപ്പാണ്. ജസ്റ്റ് ഇതിൻ്റെ മെക്കാനിക്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് എങ്ങനെയാണ് ലാക്സിൽ ആക്റ്റ് ആവണമെന്ന് നോക്കാം. ഓൾമോസ്റ്റ് ഒരു മിഡ് ലാക്സാണ് ഇത് ആക്റ്റ് ആവണത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് കൈ ഹോൾഡ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് കൈ ഹോൾഡ് ചെയ്ത ശേഷം ഫുൾ ചെയ്യുക. റോ ചെയ്തു. റോയിങ് ഔട്ട്. 1, ഫുൾ റോ ഔട്ട്. റോ ചെയ്യുന്ന സമയത്ത് ഫുൾ ബാക്ക് ടൈറ്റ് ചെയ്യുക, ഫുൾ ഔട്ട് ചെയ്യുക. 3, 4, ഗുഡ്. 5, 6, 7, 8, come on. 9, 10, 2 more. 1, last one. ഓക്കെ, ഫുൾ റിലാക്സ് ചെയ്ത് തിരിച്ചു വയ്ക്കുക. നമുക്ക് ഈ മെഷീൻ്റെ ബയോമെക്കാനിക്സ് ഇങ്ങനെയാണെന്ന് വരുന്നത്. പിന്നെ ഇതൊരു മൾട്ടി മെഷീൻ ആയതുകൊണ്ട് തന്നെ കോംപ്ലിക്കേറ്റഡ് അല്ല. അതായത് നമുക്ക് പാത്ത് ഡിഫറൻറ്റ് ആവത്തില്ല. നമ്മളിപ്പോൾ ഒരു മാനുവലായിട്ട് ഡംബലോ ബാർബലോ ചെയ്താൽ നമ്മളെ കൈക്ക് അനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കോണാൻ ചാൻസ് ഉണ്ട്. ഈ ബയോമെക്കാനിക്സ് ഉള്ള ഈ മൾട്ടി മെഷീൻസിന് അങ്ങനെ വരത്തില്ല. ജസ്റ്റ് പാത്ത് കറക്റ്റ് ആയിരിക്കും. അപ്പം ഒരു ഹാഫ് പോർഷൻ നമ്മളെ വർക്കൗട്ടിൻ്റെ പോസ്റ്റർ കറക്റ്റ് ആവും. ബാക്കി ഹാഫ് മാത്രം നമ്മൾ മാനുവലി നോക്കിയാൽ മതി. അതാണ് ഇതിൻ്റെയൊക്കെ യൂസേജ്. ഇതിൻ്റെ മെക്കാനിക്സും ഇപ്പോൾ നമ്മൾ കണ്ട മാതിരിക്കുകയാണ്. ഇത് നമുക്ക് 3 to 4 സെറ്റ്സ് നമുക്ക് ചെയ്യാം. അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് റെസ്റ്റ് വേണമെങ്കിൽ ഒരു 30 to 40 seconds റെസ്റ്റ് കൊടുത്ത് അടുത്ത സെറ്റ് ചെയ്യാം. ഒരു 3 to 4 സെറ്റ്സൊക്കെ ചെയ്ത് വരാറുണ്ട് എല്ലാവരും. Three, 4, 5, 6, 7, 8, 9, 10. 2 more. 1, 2. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്
ബെൻഡ് ഓവർ റോ ആണ്. സിംഗിൾ ആം ബെൻഡ് ഓവർ റോ എന്ന് പറയും. ഡംബലാണ് നമ്മൾ ഗ്രാജുവലി ചെയ്യണത്. അത് നമുക്ക് എങ്ങനെയാണെന്നുള്ള ഫോം നമുക്ക് അടുത്ത് നോക്കാം. അത് ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റൂൾ ഉപയോഗിച്ച് ചെയ്യാം, ഒരു ബെഞ്ച് ഉപയോഗിച്ച് ചെയ്യാം, അല്ലാതെ റാക്കിൽ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഫോർമേഷൻ ഉണ്ട്. ഇത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ബെഞ്ചിൽ ഹോൾഡ് ചെയ്ത് ചെയ്യുവാണ്. ചെയ്ത് നോക്കും ഫോം. ജസ്റ്റ് നിൽക്കേണ്ട ഒരു ഫോം. ജസ്റ്റ് റൈറ്റ് കാല് നമ്മൾ ഏത് കൈയാണോ ചെയ്യണത് ആ കാല് തറയിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത കാല് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, ബെൻഡ് ചെയ്ത് ഓപ്പോസിറ്റ് കൈ ഇവിടെ ഹോൾഡ് ചെയ്ത് വയ്ക്കുക, റോ ചെയ്യുക. 1 ഫുൾ റോയിങ്. 1 2 ഗുഡ്. 3 4 5 6 good. 7 8 9 10. 2 more. 1 ലാസ്റ്റ് വൺ. ഓക്കെ, അത് ജസ്റ്റ് ഹോൾഡ് ചെയ്ത ശേഷം തലയിൽ വെച്ച് ഹോൾഡ് ചെയ്ത ശേഷം അടുത്ത കാല് ട്രാൻസ്മിറ്റ് ആണ്. രണ്ട് കൈക്ക് നമ്മൾ ഒരേപോലെ ചെയ്യുവാണ്. രണ്ട് കൈ വെച്ച് ചെയ്യുന്ന സമയത്ത് 2 ലാഗ്സും ആക്റ്റീവ് ആവാനായിട്ടാണ്. ജസ്റ്റ് ഹോൾഡ് ചെയ്ത ശേഷം അടുത്ത കൈ ചെയ്യുക. അടുത്ത കൈ അതേമാതിരിക്ക് കാല് ട്രാൻസ്മിറ്റ് ചെയ്ത ശേഷം റോ ചെയ്യുക. 1 come on. 1 2 good. 3 4 5 6 7 8 9 10. 2 more. 1 last 2. ഓക്കെ, ഇതും നമുക്ക് സ്ട്രെച്ചിങ് മോഡ് പോലെ യൂസ് ചെയ്യാൻ പറ്റിയൊരു വർക്കൗട്ടാണ്. അതുകൊണ്ട് ഓൾമോസ്റ്റ് നമ്മൾ വർക്കൗട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ആയിരിക്കും ഈ വർക്കൗട്ട് ആഡ് ചെയ്യണം. ബിക്കോസ് ഇത് നല്ല സ്ട്രെച്ചിങ് മൂവ്മെൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ബിഗിനറായിട്ടുള്ള എല്ലാവരും ഈ ഒരു ടൈപ്പ് ആയിരിക്കും ബെൻഡ് ചെയ്യുന്നത്. അതായത് ഒരു കോൺ കേവ് രൂപത്തിൽ അത് നമ്മൾ വെക്സാക്കി കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റ് ഫോർമേഷൻ ആവും. അത് ഫസ്റ്റ് ഒറ്റ എപ്പിസോഡ് നിങ്ങൾ കണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റത്തില്ല. അത് ഗ്രാജുവലി നോക്കണം. ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു കർവ് മാറ്റണം. അത് എല്ലാവർക്കും ഓൾമോസ്റ്റ് കണ്ടുവരുന്ന പ്രശ്നമാണ് ഈ ഒരു ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നടുവിന് സ്ട്രെസ് കിട്ടും, നല്ലത് ഒരു യൂസുമില്ല. അപ്പോൾ ഈ ഒരു ബെൻഡ് നമ്മൾ ഫോം പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അത് ഒരു ട്രെയിനറിൻ്റെ അണ്ടറിൽ ജസ്റ്റ് പഠിച്ച ശേഷം മാത്രം നോക്കുക. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇന്നത്തെ സെക്ഷനിൽ ബാക്ക് വർക്കൗട്ടിൻ്റെ 4 വർക്കൗട്ട്സും നമ്മൾ നോക്കിക്കഴിഞ്ഞായിരുന്നു. ഏകദേശമുള്ള മെയിൻ വർക്കൗട്ടുകളാണ് നമ്മൾ കവർ ചെയ്ത് പോയി. ഇതിനും മേപ്പിൽ ഒരുപാട് വർക്കൗട്ടുകൾ എല്ലാ ജിമ്മിലും അവൈലബിൾ ആണ്. നമുക്ക് കഴിഞ്ഞ ശേഷം നമുക്ക് എല്ലാ ദിവസത്തെ പോലെ തന്നെ കൂൾ ഡൗൺ ആയിട്ട് കുറച്ച് സ്ട്രെച്ചസ് നമുക്ക് നോക്കാം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കോമൺലി എല്ലാ ദിവസവും ചെയ്യണം 2-3 സ്ട്രെച്ചസ് തന്നെ നോക്കാം. ജസ്റ്റ് ഹോൾഡിങ്സ്. 1 2 3 ഹോൾഡ്. ഫുൾ ലാഗ്സ് സ്ട്രെച്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് 1 2 3 ഹോൾഡ് ഡൗൺ ഹോൾഡ്. ആ ഒരു സ്ട്രെച്ച്. അത് കഴിഞ്ഞ് ഹാൻഡിൻ്റെ ഒരു സ്ട്രെച്ച് നമുക്ക് ജസ്റ്റ് ഫുൾ ഹാൻഡ്സ് അപ്പ് ചെയ്ത ശേഷം സ്ട്രെച്ച് ചെയ്ത് 1 come on. 1 2 repeat. Last one. ഓക്കെ, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മിക്ക ജിമ്മുകളിലും ഹൈപ്പർ എക്സ്റ്റൻഷൻ മെഷീൻ അവൈലബിൾ ആയിരിക്കും. ആ ജിമ്മിൽ ആ ഒരു മെഷീൻ യൂസ് ചെയ്ത് നമുക്കൊരു സ്ട്രെച്ചസ് ചെയ്യാവുന്നതാണ്. അത് പോരാഞ്ഞിട്ട് ഒരു കോബ്ര സ്ട്രെച്ച് കൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ലാസ്റ്റ് ചെയ്യണം ബെറ്റർ ആയിരിക്കും. കാരണം ഓൾമോസ്റ്റ് നടുവിൻ്റെ ഫുൾ സ്ട്രെച്ചിങ് കിട്ടുന്നൊരു എക്സസൈസാണ് കോബ്ര സ്ട്രെച്ചിങ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് ഹോൾഡ് ചെയ്യുക. ഫുൾ അങ്ങനെ ഹോൾഡ് ചെയ്ത ശേഷം ബട്ടക്സ് ഫുൾ അപ്പ് ചെയ്ത് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് 2 ബട്ടക്സ് ഫുൾ അപ്പ് ചെയ്യുക. 3 4 ലാസ്റ്റ് 1 more 5. ഓക്കെ, നമുക്ക് ഈ സ്ട്രെച്ചസ് ഇതിന് വലിയ യൂസ് ആണ്. ഇതിൻ്റെ പേര് പോലെ കോബ്ര സ്ട്രെച്ച്, എൻ്റെ പേര് പോലെ തന്നെ സാമ്യമുള്ളൊരു സ്ട്രെച്ചാണ്. ഇതിൻ്റെ പൊസിഷൻസ് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഈ സ്ട്രെച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഏകദേശം കൂൾ ഡൗൺ ആയി കുറച്ച് ബ്രീത്തിങ് ചെയ്ത് ഔട്ട് ചെയ്യാം. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കാർഡിയോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആളുകൾ, വെയിറ്റ് ലോസിന് ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് ട്രെയിനറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അത് കഴിഞ്ഞ് എത്ര മിനിറ്റ് എന്ന് വെച്ചാൽ ഷെഡ്യൂൾ ചെയ്ത് കാർഡിയോ ആക്ടിവിറ്റീസ് ചെയ്യാവുന്നതാണ് ജിമ്മിൽ. ക്രോഫിറ്റ് നോക്കുന്നവർക്ക് ക്രോഫിറ്റ് ചെയ്യാം. ഇതെല്ലാം അതിൻ്റെ ആഡ് ചെയ്യാം. ഓക്കെ, അതെല്ലാം ട്രെയിനറിൻ്റെ ഒരു ഷെഡ്യൂൾ പ്രകാരം മാത്രം ചെയ്താൽ മതി. ഇന്നത്തെ ഡേ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.